പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടപ്പോഴും പുള്ളി വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്, എന്നെങ്കിലും ഇത് തേടി പോലീസ് കണ്ടെത്തി വന്നാൽ കോൺഫിഡൻസിൽ പോകുമ്പോൾ ഇപ്പുറത്തൂടെ പുള്ളി പോലും അറിയാതെ പുള്ളിയുടെ ഫിയറും ഇതും ഗ്രാജുവലി കൂടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പ്രായം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി പേരൻസിലും, പ്രത്യേകിച്ചും ഫാദറിലും. അച്ഛൻ എന്ത് പറഞ്ഞു അത് കാരണം വിശ്വാസമാണ്. കാരണം പുള്ളിക്കാരത്തി ജയിലിൽ പോകുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ആ അച്ഛൻ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ദൃശ്യം 3 ഇറങ്ങിയ സമയത്ത് ഒന്ന് ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റിയിട്ട് തോന്നിയ ചില തോന്നലുകളുണ്ട്, മറ്റു ചിലങ്ങളിൽ വന്ന അനാലിസിസുകളുണ്ട്. ഒന്ന്, ആദ്യത്തെ ഇയാളുടെ ക്രിമിനൽ മൈൻഡ് ആക്ച്വലി കുറേയും കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാധനം പറയുന്നത്. കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇയാൾ ഭയങ്കര കുഞ്ഞു സമയത്തിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പുറത്ത് തന്നെ ദൃശ്യം 1 അദ്ദേഹത്തിൻ്റെ ഈ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ അത് മറ്റൊരു കാര്യം പറഞ്ഞു കേട്ടത്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ടെൻഷൻ അതെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ 2 സംഭവങ്ങൾ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പം ദൃശ്യം 3 ജോർജ് കുട്ടീനെ രൂപീകരിക്കുമ്പോൾ അതിൽ ഇത് രണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ലെയർ വെച്ചിരുന്നോ? ഇമോഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് കൂടുന്നത് ഇയാളുടെ ഉള്ളിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മീറ്റർ ഡിസൈഡ് ചെയ്തിരുന്നോ? നല്ലൊരു ചോദ്യമാണ് ഇത്. ശരിക്കും എന്നാന്നറിയോ, 1 ഒരു പ്രശ്നം വരുന്നു. ജോർജ് കുട്ടി ഒരു നോർമലായിട്ടുള്ള മനുഷ്യൻ. അവിടെ പുള്ളി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം അതിനെ തരണം ചെയ്യാനായിട്ട് പുള്ളിയുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനിലൂടെ പുള്ളി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്യുമ്പോഴും പുള്ളിയുടെ സൈഡിൽ കുറ്റബോധം, ഭയം, ഇങ്ങനെയുള്ളത് ഇതൊന്നും പുള്ളി പുറത്ത് കാണിക്കുന്നില്ല. മക്കളോടും പറഞ്ഞതല്ല, ഭയം അതൊരിക്കലും നമ്മൾ ഇത് ചെയ്യരുത്, അതിലായിരിക്കും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പുള്ളി അത് മാനേജ് ചെയ്യുന്നുണ്ട്, അതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു പ്രശ്നം സോൾവ് ചെയ്ത് വീണ്ടും പിന്നെ ലൈഫ് ലോങ് പുള്ളി വളരെ അലേർട്ടാണ്. പുള്ളി പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടപ്പോഴും പുള്ളി വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട്, എന്നെങ്കിലും ഇത് തേടി പോലീസ് കണ്ടെത്തി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അതിനുള്ള പ്രിപ്പറേഷനും പുള്ളി സെക്കൻഡിൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഈ പറയുന്ന പോലെ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യം ചെയ്ത് സക്സീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പുള്ളി ഒരു സൈഡിൽ കോൺഫിഡൻ്റ് ആകുന്നുണ്ട്. പുള്ളിയിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്, എനിക്കിത് സാധിക്കും, എനിക്കിത്. കാരണം പുള്ളിയുടെ ലൈഫ് എടുത്താൽ തന്നെ പുള്ളി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് സാധിച്ചെടുക്കുന്നതാണ്. ആ സിനിമയിൽ നിന്ന് കണ്ട നോളജിലൂടെ പുള്ളി അത് ചെയ്തു ഒരു സൈഡിൽ കൂടെ ആ കോൺഫിഡൻസിൽ പോകുമ്പോൾ ഇപ്പുറത്തൂടെ പുള്ളി പോലും അറിയാതെ പുള്ളിയുടെ ഫിയറും ഇതും ഗ്രാജുവലി കൂടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പ്രായം മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ചെറുപ്പത്തിൻ്റെ ഒരു ആവേശവും ആ മാനസികാവസ്ഥയല്ല. കുറച്ച് ഒരു 10-15 കൊല്ലം മുമ്പ് പുള്ളിക്ക് നഷ്ടപ്പെടാനുള്ളതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടാനുണ്ട്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇയാളുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണം ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇപ്പം ജോർജ് കുട്ടിയിൽ ഈ പറഞ്ഞ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണിച്ചില്ലെങ്കിലും അഞ്ജു എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അഞ്ജുവിൻ്റെ ലൈഫ് ഭയങ്കര ട്രോമയിലൂടെയാണ് പോകുന്നത്. ജോർജ് കുട്ടി എങ്ങനെയൊക്കെയോ ഇതാവുന്നുണ്ട്, പക്ഷെ അഞ്ജു ആണ് ആക്ച്വലി ആ ഒരു തലക്കടിക്കുന്നതായാലും അതിനുശേഷം അഞ്ജുവിൻ്റെ ലൈഫ് വളരെ മാനസിക പ്രശ്നങ്ങളിലൂടെ അഞ്ജു കടന്നു പോകുന്നു. അതിനുശേഷം നമ്മൾ അഞ്ജുവിൻ്റെ ലൈഫിൽ ഒരു നല്ല കാലം വരുന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില സാധനങ്ങൾ പിന്നെയും നടക്കുന്നു. ഈ അഞ്ജുവിന് സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് കഥയിൽ നോക്കുന്ന സമയത്ത് ഇപ്പം റാണി എങ്ങനെയൊക്കെയോ എങ്ങനെയോ പോകുന്നുണ്ട്, അനു പുതിയ ജീവിത സ്വപ്നം കാണുന്നുണ്ട്, അഞ്ജു ഭയങ്കര ഒരു നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു അഞ്ജുവിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി. അങ്ങനെ ഈ സിനിമയിൽ മൊത്തം നോക്കുന്ന സമയത്ത് ജിത്തു ജോസഫിനും ഭയങ്കര ഒരു സങ്കടം തോന്നിയ ഒരു കഥാപാത്രമാണ് ഞാൻ എഴുതുന്ന സമയത്ത്. ആക്ച്വലി പുള്ളിക്കാരത്തി ഒരു വ്യക്തിമാണ്. ആക്ച്വലി പുള്ളിക്കാരത്തിയായിട്ട് വരുത്തി വെച്ചതല്ലത്, സാഹചര്യം പുള്ളിക്കാരത്തിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. ആ അഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ പൊതുവേ മൂത്തയാളെന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു പേരൻസിനോടൊരു വിധേയത്വമുള്ള, ഇളയ ഇച്ചിരി കുറുമ്പും കാണും, അങ്ങനെയാണ്. അതിൽ തന്നെ സെക്കൻഡിൽ നമ്മൾ ആ ട്രോമ വർക്ക് ചെയ്തു, ഭയങ്കര ഒരു ട്രോമയിൽ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തെ ഗ്യാപ്പ്. ആ 5 വർഷത്തെ ഗ്യാപ്പിൽ ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലും ഇതിലുമൊക്കെ പുള്ളിക്കാരത്തി അതിൽ നിന്ന് റിക്കവർ ചെയ്തു.
പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി പേരൻസിലും, പ്രത്യേകിച്ചും ഫാദറിൽ. അച്ഛൻ എന്ത് പറഞ്ഞു അത് കാരണം വിശ്വാസമാണത്. കാരണം പുള്ളിക്കാരത്തി ജയിലിൽ പോകുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ആ അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തേർഡിൽ കൂടുതലും അധികം ഡയലോഗൊന്നുമില്ല. പുള്ളിക്കാരത്തി കാഴ്ച ഒരു പയ്യൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇങ്ങനെ നോക്കി അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അത് വളരെ അനിയത്തിയോട് ഷെയർ ചെയ്യും. എന്നിട്ട് പക്ഷെ അത് ഓപ്പണായിട്ട് പേരൻസിൻ്റെ അടുത്ത് പറയാൻ പോലും ഇതില്ല. കാരണം മേ ബി ഐ എം റോങ്, വാട്ട് ഇഫ് മേ ബി ഐ എം റോങ് എന്നുള്ളൊരു ഫീലിങ്. ഇനിയിപ്പോൾ എൻ്റെ ചിന്ത ഇതാണ്, പക്ഷെ അച്ഛൻ അത് പറയുമ്പോൾ അതായിരിക്കും ശരി എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. പക്ഷേ ചേച്ചിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അനിയത്തിയാണ്. അതുകൊണ്ടാണ് ആ ക്യാരക്ടറൈസേഷൻ ഞാൻ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് ലൈഫ് എല്ലാം സെറ്റായി ഇനി ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വീണ്ടും അതൊരു ദുരന്തമായി വന്ന് കയറുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സഹതാപം തോന്നുന്ന ക്യാരക്ടറാണ് ഈ 4 ഫാമിലിയിലെ അഞ്ജു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് റൈറ്റർ എന്നുള്ള രീതിക്ക് പല എഴുത്തുകാർക്കും തോന്നുന്നുണ്ട്, ഞാനിനി കുറച്ച് സന്തോഷം ഈ കഥാപാത്രത്തിന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവരിനി ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചേക്കാം എന്നൊക്കെ പല എഴുത്തുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട്. അങ്ങനെ ജിത്തു ജോസഫിന് മനസ്സിലുണ്ട് അഞ്ജുവിനൊരു സമാധാനവും സന്തോഷവും കൊടുക്കണമെന്ന്. മേ ബി എനിക്കറിയില്ല, ചിലപ്പോൾ ഇനിയൊരു 4ാം ഭാഗം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഈ പറഞ്ഞ ഇനി അങ്ങോട്ടുള്ള ചിന്തകൾ എന്താണെന്ന് എനിക്കിപ്പം അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഞാനും ഈ പറഞ്ഞ പോലെ ആസ് എ റൈറ്റർ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു എവിടെയെങ്കിലും ഒരു വെളിച്ചം ആ ജീവിതത്തിലേക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. മോഹൻലാൽ നമുക്ക് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥ അറിയാം, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് പിടികിട്ടുന്നില്ല എന്ന്. പക്ഷെ ജോർജ് കുട്ടിയെ സൃഷ്ടിച്ച ആളാണല്ലോ ജിത്തു ജോസഫ്. ശരിക്കും ജോർജ് കുട്ടിയെ കംപ്ലീറ്റ് ആയി പിടികിട്ടിയോ? ഇല്ല, കാരണം ഞാൻ ദൃശ്യം 1ൻ്റെ സമയത്ത് ഞാനൊരു ജോർജ് കുട്ടീനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുത്തു. അവിടുന്ന് ജോർജ് കുട്ടി വേറൊരാളായി മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-ലെത്തിയപ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും മാറി. അത് കഴിഞ്ഞ് 3-ലേക്ക് വന്നപ്പം സത്യം പറഞ്ഞാൽ ആ 3യുടെ പ്രസക്തി തന്നെ അതാണ്. ജോർജ് കുട്ടിയിൽ ഭയങ്കരമായൊരു ഇവോൾവ് ചെയ്ത് വേറൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജോർജ് കുട്ടി ഇനി എങ്ങോട്ട് പോകുമെന്ന് എനിക്കും അറിയില്ല. കാരണം സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനാണ്, പക്ഷെ ഒരു എക്സ്ട്രാ ബ്രില്യൻ എന്നൊന്നും ഞാൻ പറയില്ല. ഭയങ്കര റിഫ്ലെക്സ് ആക്ഷൻ ഉള്ള ഒരാളാണ്. അതാണ് ജോർജ് കുട്ടിയുടെ പ്രത്യേകത. അപ്പോൾ ആ ജോർജ് കുട്ടി ഇപ്പോൾ ആയിരിക്കുന്നു, നാളെ എന്താകുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല.